Hello friends, my topic is fats and oils in coconut, gingerly and sunflower. Fat and oils are stored in seeds, stem, leaves. Fats are semi-solid or solid and oils are liquid at room temperature. They are insoluble in water but soluble in organic solvents. Fat and oils obtained from different plants. Here we discuss about three plants. First one, coconut. Common name coconut. Scientific name Cocos nucifera linnaeus. Family Araceaceae. Morphology of useful part: stem, root and leaves. Coconut is widely distributed in tropical regions, especially in India, Sri Lanka, Indonesia, etc. It is mainly cultivated in coastal regions of Kerala, Tamil Nadu, Karnataka, Gujarat and West Bengal. Its origin is Pacific Island. It is a tall plant with an unbranched stout stem and a crown of feather-like leaves. നമുക്ക് കോക്കനട്ട് പ്ലാന്റ് അറിയാം, അതിനൊരു ടോൾ പ്ലാന്റ് ആണ്, അൺബ്രാഞ്ചഡ് സ്റ്റെം ആണ് ആൻഡ് അതിൻ്റെ അപ്പെക്സിൽ നമുക്ക് ഒരു ക്രൗൺ ഓഫ് ലീവ്സും കാണാൻ പറ്റും. പിന്നെ 6 to 10 ഇയേഴ്സ് ആവുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. കോക്കനട്ടിൻ്റെ ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മ്യൂസോകാർപ്പും അതുപോലെ എക്സോകാർപ്പും തിക്ക് ആൻഡ് ഫൈബ്രസ് ആണ്. അതുപോലെ അതിൻ്റെ എൻഡോകാർപ്പ് സ്റ്റോണിയാണ്. ഈ എൻഡോകാർപ്പിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ എൻഡോസ്പേം കാണപ്പെടുന്നത്. ഈ ഡ്രൈഡ് ആയിട്ടുള്ള എൻഡോസ്പേമിനെ നമ്മൾ കൊപ്ര എന്നാണ് പറയുന്നത്. ഈ കൊപ്ര ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മീസോകാർപ്പ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് കോയ. കോക്കനട്ട് പ്ലാന്റിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മളത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ സോപ്പ്, ഷാംപൂ, ഷേവിങ് ക്രീംസ് ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗുഡ് കണ്ടീഷണറാണ്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് റിമൂവറായിട്ടൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോക്കനട്ടിൻ്റെ മീസോകാർപ്പ്, എക്സോകാർപ്പ് അതൊക്കെ തിക്കാണ്, ഫൈബ്രസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഫൈബറും കോയറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ യങ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ ടോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ഷെല്ല് നമുക്കറിയാം, ഇപ്പം ക്രാഫ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോക്കനട്ടിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താച്ചിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്രൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് വുഡ് ആണെന്നുണ്ടെങ്കിൽ ഫയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലാന്റാണ് ജിഞ്ചല്ലി, എള്ള്. Common name gingerly, scientific name Sesamum indicum, family Pedaliaceae, morphology of useful part seeds. ജിഞ്ചർലി സാധാരണ ഗ്രോ ചെയ്യുന്നത് വാം ക്ലൈമറ്റിലാണ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് സെസാമം കൾട്ടിവേറ്റിംഗ് കൺട്രി. അതൊരു ആനുവൽ ഹെർബാണ്. ഒരു 1 meter ഹൈറ്റിലൊക്കെ ഗ്രോ ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ ലീവ്സിൻ്റെ ആക്സിസിൽ 1 to 3 ഫ്ലവേഴ്സ് വരെ കാണാൻ പറ്റും. പിന്നെ സീഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഓർ ബ്രൗൺ കളറാണ്. ആൻഡ് ജിഞ്ചർലി ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ കോൾഡ് പ്രസ്സിങ് ഓഫ് സീഡ്സ്. ജിഞ്ചർലി ഓയിലിൻ്റെ അല്ലെങ്കിൽ ജിഞ്ചർലി പ്ലാന്റിൻ്റെ യൂസസുകൾ: ജിഞ്ചർലി ഓയിൽ നമ്മൾ കറീസിൽ, ഗ്രേവീസിലൊക്കെ, അതായത് ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജിഞ്ചർലി ഓയിൽ മസാജിങ് ഓയിലായിട്ട് ആയുർവേദത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജിഞ്ചർലി ഓയിൽ നമ്മൾ ഈ സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്റ്റിൻ്റെ അറ്റാക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ജിഞ്ചർലി ഓയിൽ നമ്മൾ സ്കിൻ കെയർ റെസിപ്പീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്കിൻ സെൽസിന് ഡാമേജസ് ഒന്നും വരില്ല. അപ്പോൾ തന്നെ ലോ ക്വാളിറ്റി ഉള്ള ജിഞ്ചർലി ഓയിൽ നമ്മൾ സോപ്പ്, പെയിൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ജിഞ്ചർലി ഓയിൽസ് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് സൺഫ്ലവർ. കോമൺ നെയിം സൺഫ്ലവർ, scientific name Helianthus annus, family Asteraceae, morphology of useful parts seeds. സൺഫ്ലവറിൻ്റെ ഒറിജിന് നോർത്ത് അമേരിക്കയിലാണ്. The largest producers of sunflower seed are in Russia, Argentina, Romania, etc. In India, it is Tamil Nadu, Karnataka and Maharashtra. അതൊരു ആനുവൽ ഹെർബാണ്. അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആൻഡ് ഹെയറി ആണ്. അതുപോലെ ഹെഡ് ഇൻഫ്ലോറസൻസ് ആണ്. ആൻഡ് ഫ്രൂട്ട് ഈസ് സിംഗിൾ സീഡഡ് അഗെയിൻ വിത്ത് പാപ്പസ് ഫോർ എയർ ഡിസ്പെർസൽ.
യൂസസ് ഓഫ് സൺഫ്ലവർ പ്ലാന്റ്. സൺഫ്ലവർ ഓയിൽ വൈറ്റമിൻ ഇ റിച്ച് ആണ്, അതുപോലെ ലോ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതുകൊണ്ട് തന്നെ ഹാർട്ടിനൊക്കെ നല്ലതാണ്. ഹാർട്ട് അറ്റാക്ക്, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആർത്രൈറ്റിസ്, ആസ്മ, കോളൻ ക്യാൻസർ ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ ലോവേഴ്സ് ദ കൊളസ്ട്രോൾ. അതുപോലെ സ്കിന്നിനൊക്കെ നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഹെയറിനൊക്കെ നല്ലതാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഹെൽപ്പ് ടു റിഡ്യൂസ് വെയിറ്റ് ലോസ്. നമ്മൾ സൺഫ്ലവറിൻ്റെ ലീവ്സ് ആണെങ്കിൽ ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലവർ ഈൽഡ് എ യെല്ലോ ഡൈ ആൻഡ് സീഡ് ഗീവ്സ് ഓയിൽ. ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്.